കുടുംബത്തിൽ തന്നെയുണ്ട്. प्रभु के कई सेवक उनके परिवार में मौजूद हैं. ഞാനത് പറഞ്ഞതിന്റെ പ്രധാനപ്പെട്ട കാര്യം നല്ല ഒരു ആത്മീയ പശ്ചാത്തലത്തിൽ നിന്നാണ് ആ പെൺകുട്ടി രംഗത്ത് വന്നിരിക്കുന്നത്. मेरा कहने का तात्पर्य एक अच्छी आत्मिक स्थिति से वो बेटी यहाँ पर आई. പ്രായത്തിൽ തന്നെ കർത്താവായ യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിപ്പാനും കർത്താവിനെ ജനത്തിൽ സാക്ഷിപ്പാനും കർത്താവിന്റെ ആത്മാവിനെ പ്രാപിപ്പാനും ആ പ്രിയ സഹോദരിക്ക് ഇടയായിട്ടുണ്ട്. നല്ല സാക്ഷ്യം ആ സഭയിൽ ഉൾക്കൊള്ളുന്നു. एक अपनी छोटी उम्र में ही प्रभु को अपना उद्धारकर्ता माना, बपतिस्मा लिया और पवित्र आत्मा का अभिषेक पाया और जिस कलीसिया के वो मेंबर है वहां उनकी अच्छे एक गवाही. വിവാഹം എല്ലാവർക്കും മാന്യമാണ് എന്ന് വേദപുസ്തകം പറയുന്നു. पवित्र कलाम कहते हैं विवाह सबके लिए मान्य है और अच्छा. വേദപുസ്തകം ആരംഭിക്കുന്നത് ഒരു വിവാഹത്തോടുകൂടിയാണ്. വേദപുസ്തകം അവസാനിക്കുന്നത് ഒരു വിവാഹത്തോടുകൂടിയാണ്. प्रभु के वचन की शुरुआत एक विवाह के साथ है. प्रभु के वचन समाप्त होता भी एक विवाह के साथ है. അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതത്തിന്റെ മൂല്യത നിലനിർത്തി അതിനാവശ്യമാകുന്ന ഉപദേശങ്ങൾ നൽകുന്നത് വിശുദ്ധ വേദപുസ്തകം മാത്രമാണ്. एक परिवार अनुग्रहित अवस्था में रहने के लिए जो मूल्यों का जरूरत है वो समय समय पर देने वाला मात्र पवित्र शास्त्र. വിശുദ്ധ വേദപുസ്തകത്തിലെ ഉപദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ക്രിസ്തീയ കുടുംബജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയും അവരുടെ കുടുംബജീവിതത്തിൽ പരാജയപ്പെടത്തില്ല. प्रभु के वचन को अपना के उसके मुताबिक जो भी जीवन बिताते हैं उस परिवार में कभी कोई कमी नहीं आए. വേദപുസ്തകത്തിന്റെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. അനേക ചട്ടങ്ങളും അനേക നിയന്ത്രണങ്ങളും ഉൾക്കൊള്ളുന്നതാണ് വേദപുസ്തകം എന്ന് പറഞ്ഞ് ഉപദേശങ്ങളെ എടുത്തു കളയുന്ന ഒരു സമൂഹത്തിന്റെ മധ്യത്തിൽ അനേക കുടുംബ ജീവിതത്തിന്റെ തകർച്ചകൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. हम एक ऐसे जमाने में आ पहुंचाए जिसमें पवित्र कलाम की सच्चाई के बारे में लोग डाउट करते हैं और बहुत सारे बंधन कानून कायदा से इंसान को जकड़ रखा है. ऐसा सोचकर नाश में या गर्त में गिरने वाले कई परिवारों को आज हम हमारे जमाने में വേദപുസ്തകത്തിന്റെ ഉപദേശങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് ഒരു പുരുഷനും പുരുഷനും തമ്മിൽ വിവാഹം കഴിക്കുന്നു, ഒരു സ്ത്രീയും സ്ത്രീയും തമ്മിൽ വിവാഹം കഴിക്കുന്നു. ഇത് നടത്തി കൊടുക്കുന്ന സംഘടനകളുണ്ട്, സംഘങ്ങളുണ്ട്. ഇവരെ ഓർത്ത് നമ്മൾ എന്ത് പറയാനായിട്ടാണ്? ऐसा जमाना आ गया. पवित्र शास्त्र के सारे हुक्मों को तोड़कर इंसान मर्द मर्द के साथ और औरत औरत के साथ शादी रचाने वाला एक जमाना आ गया. അടുത്തതായി കാലഘട്ടത്തിൽ മനസ്സിലാക്കുവാൻ കഴിഞ്ഞ അനേക കാര്യം ഒരാണും ഒരു പെണ്ണും കൂടെ തമ്മിൽ ഒരു ധാരണയായി ചില നാടുകൾ ഒന്നിച്ച് ജീവിക്കുന്നു. അവർ എഴുത്തുനിൽപ്പിലെത്തുന്നു. അവരുടെ കുടുംബജീവിതത്തിൽ അവരുടെ മക്കളെ വേണ്ട. और नया एक ट्रेंड जो आजकल देखने में आते हैं वो ये है एक युवक और एक युवती अपने पति से एक साथ रहते हैं बिना विवाह के. എന്ന് പറഞ്ഞാൽ ഒരാള് മതി എന്ന് പറയുമ്പോൾ ആ ബന്ധം അവിടെ അവസാനിക്കുകയാണ്. और उस बातों में ऐसा सुविधा है जब एक व्यक्ति सोचता है कि अब ये रिश्ता बस तो वो अलग हो जाता है. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ സമൂഹത്തിൽ വേദപുസ്തകത്തിന്റെ അടിസ്ഥാന ഉപദേശങ്ങൾ കുടുംബജീവിതത്തെ കുറിച്ചുള്ളത് നാം വ്യക്തമായി മനസ്സിലാക്കി അതനുസരിച്ച് ഒരു കുടുംബജീവിതത്തിലേക്ക് നാം പ്രവേശിക്കുന്നുവെങ്കിൽ ആ കുടുംബജീവിതം അനുഗ്രഹകരമായിരിക്കും. ऐसे हालात में यदि पवित्र शास्त्र में क्या लिखा है इन सब बातों को विवाह के जीवन के बारे में जानकर अपने पारिवारिक जीवन में प्रवेश करना अच्छा हो. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട് ഞാൻ ഒരു തക്കതായ തുണയെ ഉണ്ടാക്കി കൊടുക്കും എന്ന് പറഞ്ഞ് ദൈവം അവനൊരു തക്കതായ തുണയെ നൽകിയതായി ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കും. उत्पत्ति के किताब में पवित्र परमेश्वर कहते हैं कि इंसान अकेला रहना उचित नहीं, इस करके उसको एक साथी प्रभु ने सृष्टि करके दिया. पढ़ते हैं അതിന്റെ ശ്രേഷ്ഠതയെ കുറിച്ച് കർത്താവ് അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് പറയുന്നത് ഇങ്ങനെയാണ്: അത് നിമിത്തം പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും എന്ന് നാം വായിക്കും. और पत्नी इतनी अच्छा था उसके श्रेष्ठता के बारे में प्रभु खुद कहते हैं कि इंसान अपने माता पिताओं को छोड़कर अपनी पत्नी के साथ एक हो जाएंगे. ഇതിന്റേതായ ശ്രേഷ്ഠത മനസ്സിലാക്കി പണ്ഡിതനായിരിക്കുന്ന അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് കുടുംബജീവിതത്തിന്റെ ശ്രേഷ്ഠതയെ മുൻനിർത്തിക്കൊണ്ട് കർത്താവായ ക്രിസ്തു സഭയും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് എഫേസ്യ ലേഖനത്തിൽ ഊന്നി പറയുന്നുണ്ട്. एफेसियों के पत्री में संत पौल इस बात के अहमियत को समझने के बाद प्रभु और अपनी कलीसिया के रिश्ते का उपमा किया है इंसान और अपनी पत्नी के बीच. കുടുംബജീവിതത്തിന്റെ ആരംഭവും അതിന്റെ വികാസവും അതിൻ്റെതായ അനുഗ്രഹമായ അനുഭവങ്ങളും
ആണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. पवित्र कलाम हमें एक पारिवारिक जीवन का शुरुआत, उसकी बढ़ोतरी और उसका समाधान सब हमें बताते रहे. ഏത് ഒരു കുടുംബത്തിനും ഒരു നേതൃത്വം ആവശ്യമാണ്. ക്രിസ്തീയ കുടുംബജീവിതത്തിൽ ആ നേതൃത്വ സ്ഥാനത്തേക്ക് തലയായി ദൈവം കണ്ടിരിക്കുന്നത് പുരുഷനെയാണ്. हर एक परिवार का एक नायक की जरूरत है. मसीह परिवार में प्रभु परमेश्वर ने पति को इस पौधा दिया. ദൈവം ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനവും അവസ്ഥയും മനസ്സിലാക്കി നാം നമ്മുടെ കുടുംബജീവിതം നയിക്കേണ്ടത് ആവശ്യമാണ്. प्रभु ने दिया हुआ उस पौधे को जानकर हमने अपने पारिवारिक जीवन को चलाना है. ആ കുടുംബത്തിന് നേതൃത്വം നൽകുന്ന തലയായിരിക്കുന്ന ഭർത്താവ് ആ ചുമതല അതിൻ്റെതായ നിലവാരത്തിൽ ഉത്തരവാദിത്വത്തോടെ ചെയ്യുന്നില്ല എങ്കിൽ ആ കുടുംബം പരാജയമായിരിക്കും. परिवार के जो नायक हैं, पति अपनी जिम्मेदारियों को जैसे निभाना चाहिए, यदि ऐसा नहीं करते तो वो जीवन, उस परिवार के जीवन मुश्किल हो. ക്രിസ്തു സഭയുടെ തലയായിരിക്കുന്നത് പോലെ സ്ത്രീയുടെ തല പുരുഷനെന്ന് വേദപുസ്തകം വളരെ വ്യക്തമായി പറയുന്നു. पवित्र कलाम कहते हैं जैसे यीशु मसीह कलीसिया का सिर है, वैसा ही आदमी पत्नी का सिर हो. ഈ നേതൃത്വം നൽകുന്ന ഭർത്താവ് സ്നേഹിക്കാതെ അവൻ ആ നേതൃത്വത്തിൽ उनका प्यार, തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത സ്നേഹം, अपने आप को सपोर्ट किया वो प्यार, ആ സ്നേഹത്തിന് കീഴ്പ്പെടുത്തുവാൻ കഴിയാത്ത യാതൊരു ശക്തിയുമില്ല എന്ന് ഇന്ന് രാത്രി നാം ഏവരും മനസ്സിലാക്കണം. इस दुनिया में ऐसा कोई ताकत नहीं जो उस प्यार के अधीन नहीं आती. ഭർത്താവിന്റെ കടമകളെ കുറിച്ചാണല്ലോ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. और मैं अभी पति की जिम्मेदारियों के बारे में बता रहा था. ഈ സ്നേഹത്തിൽ അധിഷ്ഠിതമായ നേതൃത്വമാണ് റോബിൻ ജൂലിക്ക് നൽകേണ്ടത്. प्यार में अधिष्ठित एक लीडरशिप रॉबिन जूली को देना. വിവരിക്കുവാൻ സമയമില്ലാത്ത വേഗത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് രണ്ടാമത് എനിക്ക് ഉള്ളിൽ പറയാനായിട്ടുള്ളത് ഭാര്യയെ ബഹുമാനിക്കുന്നവരായിരിക്കണം. दूसरी बात तो मैं कहना चाहूंगा वो ये है कि पति अपनी पत्नी को इज्जत दे. ഒരിക്കൽ ഒരു വീട്ടിൽ ഒരു പ്രശ്നത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ആ സഹോദരി പറഞ്ഞത്, മറ്റുള്ളവരുടെ മുൻപാകെ എനിക്ക് ഒരു ബഹുമാനവും എന്റെ ഭർത്താവ് തരില്ല എന്നാ പറയുന്നത്. एक बार एक परिवार के झगड़े के बारे में जब बताया तो उस बहन ने कहा ये व्यक्ति मेरे को औरों के सामने हमेशा नीचे दिखाता है. എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, നാം നമ്മുടെ ഭാര്യയ്ക്ക് എത്ര ബഹുമാനം കൊടുക്കുന്നുവോ അത്രയും ബഹുമാനം മറ്റുള്ളവർ നമ്മുടെ ഭാര്യയ്ക്ക് കൊടുക്കാനിടയായിരിക്കും. मुझे ऐसा लगता है हम अपनी पत्नी को कितने इज्जत देते हैं उतने उनको बाकी लोग भी इज्जत देते हैं. സമൂഹത്തിൽ വെച്ച് വിലയിടിച്ച് സംസാരിക്കാതെ, താഴ്ത്തി സംസാരിക്കാതെ, നല്ല കാര്യങ്ങളെ പുകഴ്ത്തി ശ്ലാഘിച്ചും സംസാരിക്കുന്നുവെങ്കിൽ അതൊരു നല്ല കാര്യം തന്നെയാണ് എന്നാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. सोसाइटी में जब हम जी रहे हैं तो हमारे पत्नी को औरों के सामने कभी न नीचे दिखाए और उनका इज्जत देना हम सीखे तो ये अच्छी बात है, ऐसा मेरा मानना है. ഭർത്താവ് ഭാര്യയെ കരുതുന്നവനായിരിക്കണം, അല്ലെങ്കിൽ പുരുഷൻ ഭവനത്തിന് വേണ്ടി കരുതുന്നവനായിരിക്കണം. और पति परिवार के हित में, पत्नी के हित में काम करने वाला व्यक्ति होना चाहिए. ദൈവം നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടി കരുതുന്ന ദൈവമാണ് എന്ന് നമ്മൾ പഠിപ്പിക്കുന്നവരാണല്ലോ. हम ये सिखाते हैं कि हमारे परमेश्वर हम सबका हित रखते हैं. ആ കരുതൽ നമ്മുടെ ഭാര്യയും നമ്മുടെ കുടുംബത്തിലുള്ള നമ്മുടെ കുഞ്ഞുങ്ങളും മനസ്സിലാക്കുന്നത് നമ്മളിൽ കൂടെയാണ്. और प्रभु का वो सच्चाई हमारे बच्चे, हमारे पत्नी, हमारे कार्य के द्वारा परिवार में सब. ദൈവവചനം പറയുന്നു, സ്വന്തം കുടുംബത്തിന് വേണ്ടി കരുതാത്തവൻ വിശ്വാസം വിട്ടകന്നവനേക്കാളും അധമനാണ് എന്നാണ് പറയുന്നത്. प्रभु का वचन कहते हैं अपने परिवार के खातिर जो काम नहीं करते वो व्यक्ति विश्वास खोए हुए व्यक्ति के समान है. തന്റെ ഭാര്യയെ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നവനായിരിക്കണം. अपनी पत्नी को पूर्ण दिल से विश्वास करना चाहिए. അനേക കുടുംബങ്ങളെ തകർത്ത് കളഞ്ഞിരിക്കുന്നത് പിശാച് അവിശ്വാസം കൊണ്ടുവന്നിട്ടാണ്. कई परिवारों का तबाह होने का वजह शैतान दिल में शक लाते हैं. ये തന്റെ ഭാര്യയെ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിച്ച് സ്നേഹിച്ച് കരുതി ബഹുമാനിച്ച് മുൻപോട്ട് കൊണ്ടുപോകുവാൻ ഭർത്താവ് ശ്രദ്ധിച്ചേ മതിയാകുള്ളൂ. और पति का जिम्मेदारी है अपने पत्नी को पूर्ण दिल से उसका विश्वास करे, उसे प्यार करे और उसका इज्जत करे, मदद करे. और परिवार में സഹോദരിയോടുള്ള ബന്ധത്തിൽ എനിക്ക് ഒന്ന് രണ്ട് വാക്കുകൾ പറയുവാനായിട്ടുണ്ട്. बहनों के बारे में, मैं के बारे में एक दो बात कहूंगा. ദൈവത്തിന്റെ വചനം
കീഴ്പ്പെടുത്തുക എന്നുള്ള പദമല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. अधीन रहने का मतलब ये नहीं है कि उसको अधीन रखो. 10 കരത്തിന്റെ ശക്തിയിൽ കീഴ്പ്പെടുത്തി അങ്ങനെ ഒരു കീഴടങ്ങലായാൽ അതൊരു വിജയകരമായ ജീവിതമായിരിക്കില്ല. अगर जबरदस्ती पत्नी को अधीन कर रखा है और इसलिए वो दबे बैठे हैं तो वो एक अच्छा तरीका नहीं होगा. പിന്നെ എങ്ങനെയായിരിക്കണം? कैसे होना चाहिए? എന്റെ സ്ഥാനം ദൈവം തന്നിരിക്കുന്നത് അതാണ് എന്ന് മനസ്സിലാക്കി ആ കീഴ്പ്പെട്ടിരുന്നാൽ അത് വിലയുള്ളതാണ്, അത് അംഗീകരിക്കുന്നതാണ്, അത് ബഹുമാനം അർഹിക്കുന്നതാണ്. प्रभु ने मुझे जो ओहदा दिया है वो पति के अधीन रहना है, ये समझ के इज्जत के प्यार के साथ अगर अधीन बन के रहे तो वही है सही तरीका. ഒരു ദൈവദാസൻ എന്ന സഹോദരി ജൂലിയോട് എനിക്ക് പറയാനായിട്ടുള്ളത് അതാണ്, ഭർത്താവിനെ കീഴ്പ്പെടുവാൻ മനസ്സിലായെങ്കിൽ ഈ വിവാഹ ബന്ധത്തിൽ പ്രവേശിച്ചിട്ട് യാതൊരു അർത്ഥവുമില്ല. और आज बहन जूली को कहने के लिए मेरे पास यही है कि पति का अधीन रहने का अगर मन नहीं है तो ये शादी इस बंधन में फायदा नहीं. ദൈവദാസന്മാരായിരിക്കുന്ന ഞങ്ങൾക്കറിയാം, പല ഭവനങ്ങളിൽ കയറി ചെന്ന് പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ സഹോദരിമാർ ഞങ്ങളോട് പറയുന്ന ഒരു കാര്യം, ഞാൻ പറയുന്നത് പോലെ ഇവിടുത്തെ അച്ഛൻ അനുസരിച്ചിരുന്നെങ്കിൽ ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ലെന്നാണ്. अक्सर कई परिवारों को झगड़ा सुलझाने के लिए जब हम उनके घर जाते हैं तो बहन लोग ये कहते हैं कि जैसे मैं कहता हूँ ऐसा मेरा अचायन अगर मान लेते तब यहाँ कोई झगड़ा नहीं हो. അനേക കുടുംബത്തിലെ പ്രശ്നങ്ങളും അനേക സഭയിലെ പ്രശ്നങ്ങളും ഇത് തന്നെയാണ് എന്ന് നാം മനസ്സിലാക്കി. कई परिवारों में कई कलीसियाओं में समस्या का विषय यही है, हम ये सब समझते हैं. എനിക്ക് കുറേ ദൈവദാസന്മാർ സംസാരിക്കാറുണ്ടല്ലോ, അവരെ കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കും. രണ്ടാമത് എനിക്ക് ഓർപ്പിക്കുവാനായിട്ടുള്ളത്, എന്റെ ഭർത്താവിനെ നീ ബഹുമാനിക്കണം. दूसरी बात मैं कहना चाहूंगा तो अपने पति को योग्य इज्जत दो. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ സഹോദരി ജൂലി ബ്രദർ റോബിനെ ബഹുമാനിക്കുന്നത് കണ്ടും അതുപോലെ മാത്രമേ മറ്റുള്ളവർ ബഹുമാനിക്കുകയുള്ളൂ. मैं जैसे पहले बताया, जूली अपने पति रोबिन को अगर इज्जत देते हैं वो देखकर रोबिन का इज्जत बढ़े. ആകയാൽ ഇപ്രകാരമുള്ള ദൈവവചന ഉപദേശങ്ങൾ കൈക്കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം നയിക്കണം. और इस प्रकार के उपदेशों को यदि आप स्वीकार करते हैं आपके पारिवारिक जीवन निश्चय अनुग्रहित होगा. സ്വന്തം ഭവനത്തിലുള്ളവരെക്കാൾ മാതാവിനേക്കാൾ പിതാവിനേക്കാൾ ഉപരിയായി ഇന്ന് നാം വായിച്ച സങ്കീർത്തനത്തിൽ നാം കേട്ടതുപോലെ, അല്ലയോ കുമാരി കേൾക്കുക, നോക്കുക, ചെവി ചായ്ക്കുക, സ്വജനത്തെയും പിതൃഭവനത്തെയും മറക്കാം, അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തിൽ ആകർഷിക്കും. जैसे हमने आज वचन में यहाँ पढ़ा, हे कुमारी तू अपने घर वालों को, माता पिताओं को, सबको भूल जा, तब तुम्हारे राजा तुम पर खुश होंगे. എന്റെ ഭവനം, എന്റെ അപ്പൻ, എന്റെ അമ്മ എന്നതിനേക്കാൾ ഉപരിയായി നാം ഏതൊരു വ്യക്തിയോട്, ഏതൊരു ഭവനത്തോട് ചേർന്നിരിക്കുന്നുവോ അതിനെ ശ്രേഷ്ഠമായി കാണുവാനും ആ ഭർത്താവിനെ ആ നിലയിൽ അംഗീകരിക്കുവാനും നമുക്ക് കഴിയണം. मेरा घर, मेरा माता, मेरा पिता, मेरा बहन, मेरे भाई, इससे बढ़कर जिस घर में वो जा रही है उस घर को ज्यादा इज्जत दें, उनसे प्यार करें तो जीवन अच्छा हो. അല്പസമയത്തിന് ശേഷം കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ ഇവരുടെ കരങ്ങളെ കൂട്ടി യോജിപ്പിച്ച് ഇവരെ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കും. थोड़ी देर के बाद प्रभु के दास विवाह बंधन की सेवकाई उनके लिए करेंगे और उनको पारिवारिक जीवन में प्रवेश कराएंगे. ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാരെല്ലാവരും പ്രാർത്ഥിച്ചതിന് ശേഷം മടങ്ങി പോകും. यहाँ बैठे हुए सारे प्रभु के दास लोग उनके लिए दुआ करेंगे और अपने घर जाएंगे. കുടുംബ ജീവിതം നയിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നാണ്. आप परिवार आपने दोनों मिलके चलाना है. എന്നാൽ നിങ്ങളോട് കൂടെ എപ്പോഴും ഇരിക്കുന്ന ഒരാളുണ്ട്. आपके साथ लेकिन सदा रहने वाला एक है. മുപ്പിരിച്ചിട്ട് ഒരു നാളും അഞ്ചു പോകുകയില്ല എന്ന് ദൈവത്തിന്റെ വചനത്തിൽ പറയും. और प्रभु का वचन कहते हैं जो तीर धागे से बना हुआ वो रस्सी कभी नहीं टूटेगी. ആ ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. उस प्रभु का सानिध्य आपके घर में सदा हो. നിങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുന്നവരായിരിക്കണം. मिलके प्रार्थना करें. തമ്മിൽ കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നവരായിട്ടല്ല, തമ്മിൽ ഭാരങ്ങൾ ഷെയർ ചെയ്ത് പ്രശ്നത്തിന് പരിഹാരമാകുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് വിഷയങ്ങളുടെ മേൽ വിടുതലെടുക്കുന്നവരായിരിക്കണം. एक दूसरे का गलती नहीं निकालना, मिलके बैठ के अपने दोनों के जीवन के बोझ को डिस्कस करो, हल्का करो और प्रभु के चरणों സാത്താന്റെ में പദ്ധതികളെ പരാജയപ്പെടുത്തുന്നവരായിരിക്കണം നിങ്ങൾ. शैतान के सारे प्लान को खत्म करने हम നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ദൈവം നിങ്ങൾക്ക് മക്കളെ തരുമ്പോൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നിങ്ങൾ അവരെ സമർപ്പിക്കുന്നവരായിരിക്കും. और जब प्रभु आपके जीवन में जब आप उनको बच्चे दान देंगे, उनको प्रभु के सेवकाई में ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ
ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നു,